ഇന്ന് ഒരു കാര്യം സമാപിപ്പിക്കണം. എനിക്ക് തീരെ സമയമില്ല എന്ന് പറയുന്ന ശീലം ഇന്നത്തോടെ ഇല്ലാതാക്കണം. കഴിഞ്ഞ 20 വർഷമായി വളർന്നു വന്ന ഏറ്റവും വലിയ വൈറസാണിത്. എനിക്ക് തീരെ സമയമില്ല. ഇങ്ങനെ ഒരു വാചകം നമ്മൾ സ്വന്തം ഭാഗ്യത്തിൽ എഴുതാൻ തുടങ്ങുമ്പോൾ അത് വൃക്ഷത്തെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ഒരു വാചകം വൈറലായി എല്ലാവരിലേക്കും സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. I don't have time. I don't have time. Very busy. I don't have time. ചെറിയ ചെറിയ കുട്ടികൾ പോലും പറയാൻ തുടങ്ങി. എനിക്ക് തീരെ സമയമില്ല. ഞാൻ വളരെ തിരക്കിലാണ്. തീരെ സമയമില്ല. ഇങ്ങനെ തീരെ സമയമില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേറ്റ് ആയാൽ എന്താണ് സംഭവിക്കുക? ശരീരത്തിന് ശാന്തമായ റിലാക്സേഷൻ്റെ എനർജി കിട്ടേണ്ടത് മുഴുവനായും ഇല്ലാതാവുന്നു. ഫിനിഷ്ഡ്. കാരണം ഇതൊരു മന്ത്രം പോലെയാണ് ദിവസം മുഴുവനും നമ്മൾ പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് ടൈം. ഹറി അപ്പ്. വെരി ബിസി. ഹറി അപ്പ്. ഇതൊരു ശീലമായി മാറുന്നു. കുറച്ച് സമയത്തിന് ശേഷം ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു ശീലമായി മാറുന്നു. ശീലമാക്കണമെങ്കിൽ ഹൈ എനർജി വേർഡ്സ് പറയുന്ന ശീലങ്ങൾ ഉണ്ടാക്കണം. ലോ എനർജി വേർഡ്സ് പറയുന്ന ശീലം ഉണ്ടാക്കിയാൽ ഓരോ തവണയും ലോ എനർജി വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി എന്താവും? ബോഡി എങ്ങനെയാവും? ഡൗൺ. ആരെങ്കിലും വന്ന് സർ എനിക്ക് ഒരു 2 മിനിറ്റ് താങ്കളോട് സംസാരിക്കാനുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും വേഗം പറയൂ, എനിക്ക് തീരെ സമയമില്ല. അതോടെ ആ ബന്ധം അവസാനിക്കും. വീട്ടിലെത്തിയാൽ കുട്ടികൾ പറയും 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. നിങ്ങൾ പറയും വേഗം പറയൂ, എനിക്ക് സമയമില്ല. അതോടെ ആ റിലേഷൻഷിപ്പും എഫക്റ്റഡ് ആവാൻ തുടങ്ങുന്നു. ഇതൊരു സ്ട്രോങ് മെസ്സേജാണ്. നിങ്ങൾ അവനവനും നിങ്ങളുടെ ശരീരത്തിലും ഈ ലോകത്തിനും വളരെ സ്ട്രോങ് ആയ ഒരു മെസ്സേജ് കൊടുക്കുന്നു. ഐ ആം നോട്ട് അവൈലബിൾ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ മുഴുവൻ സമയവും എവിടെ പോകുന്നു? പിന്നെ ഒരു വിക്ടിമിനെ പോലെ, ചതിക്കപ്പെട്ടവനെ പോലെ നമ്മൾ അവനവനോട് പറയുന്നു എനിക്കിത് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമില്ല. പിന്നെ വളരെ ബിസി ആവുകയാണെങ്കിൽ എനിക്ക് മരിക്കാൻ പോലും സമയമില്ല എന്ന് പറയും. യഥാർത്ഥ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് അത് പറയുന്നത്. മരിക്കാൻ പോലും സമയമില്ല ഒരാൾ പറയുന്നു. അതിനുശേഷം നമ്മൾ അതിനെ കോപ്പി ചെയ്യുന്നു. അങ്ങനെ അത് നമ്മുടെ ഭാഷയുടെ ഭാഗമായി മാറുന്നു. മരിക്കാൻ പോലും സമയമില്ല. നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് വൈബ്രേഷണൽ ലൈനാണത്. ഇന്നു മുതൽ നമുക്ക് ഈ ലൈനിനെ ഇല്ലാതാക്കണം. നമ്മുടെ പക്കൽ എത്ര സമയമുണ്ട്? ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. സമയത്തെ നമുക്ക് മാറ്റിവെക്കാം. പൈസയുടെ കാര്യം തന്നെ എടുക്കാം. ഒരാളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും പണം പോരാ എന്നാണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. വേറൊരാളുടെ കയ്യിൽ കുറച്ച് ധനമേ ഉള്ളൂ. എന്നാൽ എനിക്ക് ആവശ്യമുള്ള ധനമുണ്ട് എന്നാണ് അയാൾക്ക് തോന്നുന്നത്. ഏത് എമൗണ്ട് ലഭിച്ചാലാണ് നമുക്ക് ആവശ്യമുള്ളത്ര ഉണ്ട്, ഇത്ര പോരാ എന്നൊക്കെ തോന്നുന്നത്? ഏത് എമൗണ്ട് വരെ കിട്ടിയാലാണ് ഇത്ര മതി, ഇത്ര പോരാ എന്നൊക്കെ തോന്നുക? അതിനൊരു എമൗണ്ട് ഇല്ല. കാരണം നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതൊരിക്കലും എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും അത്രയ്ക്ക് വിവേകശാലികളാണ്. നമുക്കെല്ലാവർക്കും ആൻസേഴ്സും അറിയാം. പക്ഷേ പുറമേ ജീവിച്ചുകൊണ്ട് പുറമേയുള്ള കളക്റ്റീവ് വൈബ്രേഷൻ്റെ സ്വാധീനം കാരണം നമ്മൾ വേറെ ചില ഭാഷകൾ പറയാൻ തുടങ്ങുന്നു. ഞാൻ എത്രത്തോളം സംതൃപ്തനാണ് എന്നതിന് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഞാൻ എന്താണ് അതേപ്പറ്റി ചിന്തിക്കുന്നത് അതിലാണ് കാര്യം. ഇനി ആരുടെയെങ്കിലും കയ്യിൽ എല്ലാം ധാരാളമുണ്ട്,
പക്ഷേ അയാൾക്ക് ഒന്നും തീരെയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അയാൾ തൻ്റെ കുടുംബത്തിനെയും ഒരു കാര്യത്തിലും വേണ്ട വിധത്തിൽ ചെലവ് ചെയ്യാൻ സമ്മതിക്കില്ല. വേണ്ട, അധികം ചെലവാക്കേണ്ട, വില കൂടുതലുള്ളത് വാങ്ങണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പല കുടുംബങ്ങളും മുഴുവൻ ജീവിതവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വളരെയധികം ഉണ്ട് എന്ന് ജീവിതത്തിൻ്റെ അവസാനമാണ് അവർക്ക് മനസ്സിലാവുക. കാരണം നമ്മുടെ കയ്യിൽ എത്രയുണ്ട് എന്നതിൽ ഒരു കാര്യവുമില്ല. നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഇതുപോലെ തന്നെയാണ് സമയവും. നിങ്ങൾക്ക് എത്ര സമയമുണ്ട് എന്നതിൽ ഒരു കാര്യവുമില്ല. എല്ലാവർക്കും സമയം ഒരുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. സമയവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിനാണ് പ്രാധാന്യമുള്ളത്. എനിക്ക് തീരെ സമയമില്ല എന്ന് നമ്മൾ എത്രയധികം പറയുന്നുവോ അത്രത്തോളം സമയത്തോടൊപ്പം ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മളും സമയവും തമ്മിൽ ഐക്യമില്ല, ഹാർമണിയില്ല. നമ്മൾ എപ്പോഴും സമയവുമായി ഐക്യത്തിൽ, ഒത്തൊരുമയിൽ ഇരിക്കണം. നമ്മൾ എപ്പോഴും ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് വെക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? സമയമില്ല, ആരോഗ്യമില്ല, പൈസയില്ല. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇല്ലായ്മയുടെ വൈബ്രേഷനാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇല്ലായ്മയാണ് ഉള്ളത്. നമ്മൾ ഇല്ലായ്മയെ പറ്റി എത്രത്തോളം ചിന്തിക്കുന്നുവോ നമുക്ക് അത്രയധികം ഇല്ലായ്മകൾ തന്നെ ലഭിക്കുന്നു. നമ്മുടെ സെൻറ്ററിൽ ഒരു ബ്രദർ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സാലറി ഏകദേശം 20,000 രൂപയുണ്ട്. അദ്ദേഹം തനിക്കും തൻ്റെ ഫാമിലി മെമ്പറിനും മൗണ്ട് അബുവിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്ത ട്രെയിനിൽ പോകാം, വേറെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാം, ചിലവ് കുറയും. അദ്ദേഹം പറഞ്ഞു, ടിക്കറ്റിനെ പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത്? എൻ്റെ പക്കൽ ധാരാളം പണമുണ്ട്, 2 പ്രാവശ്യം പോകണമെങ്കിലും പോകാം. ഞാൻ പറഞ്ഞു, അല്ല, ചിന്തിച്ചു തന്നെ ചെലവ് ചെയ്യണം. അദ്ദേഹം വീണ്ടും പറഞ്ഞു, എൻ്റെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ പണമുണ്ട്. 20,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളാണ് ഇത് പറഞ്ഞത്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. താങ്കൾ ടിക്കറ്റിനെ പറ്റി ചിന്തിക്കേണ്ട, എനിക്ക് 2 പ്രാവശ്യം വേണമെങ്കിലും പോകാനാവും. ഇറ്റ് ഈസ് ഹിയർ. മനസ്സിലാണ് ഇതൊക്കെയുള്ളത്. 200 കോടി കയ്യിലുള്ളവരെയും ഞാൻ കാണാറുണ്ട്. കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞാൽ പറയും, ഇല്ല, എനിക്ക് തീരെ സമയമില്ല. ബിസിനസ്സിനെ ഇനിയും വളരെ വളരെ വലുതാക്കണം. സമയം, എമൗണ്ട് എന്നിവയിലല്ല കാര്യം. നമ്മുടെ തിങ്കിങ്ങിലാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ സ്വന്തം വൊക്കാബുലറിയെ കുറച്ച് ചേഞ്ച് ചെയ്യണം. എപ്പോഴും ഇല്ലായ്മയെ പറ്റി പറയരുത്. എപ്പോഴും എന്താണ് പറയേണ്ടത്? നമ്മുടെ പക്കൽ എത്ര സമയമുണ്ട്? വളരെയധികം സമയമുണ്ട്. ആർക്കെല്ലാം വേണ്ടിയാണ് നിങ്ങളുടെ പക്കൽ സമയമുള്ളത്? അവനവന് വേണ്ടി സമയമുണ്ട്, ശരീരത്തിന് വേണ്ടിയും സമയമുണ്ട്. തീർച്ചയായും നമ്മൾ എക്സസൈസ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യുന്നതാണോ ഇഷ്ടം അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യും. ഫാമിലിക്ക് വേണ്ടി വളരെയധികം സമയമുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയും ധാരാളം സമയമുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് സേയിങ് ദിസ്. ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവും.